ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, ദെൻ 3 മണിക്കൊരു ക്ലാസ്, 8 മണിക്കൊരു ക്ലാസ്, രാത്രി 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ 6 മണി, 9 മണി, 12 മണി ഈ 3 ക്ലാസ്സുകളും നമ്മൾ നൽകുന്നത് SCERT, NCERT ടോപ്പിക് വൈസ് ഒക്കെ ആയിട്ടുള്ള GK പോർഷൻസ് ആണ്. 12 മണി കഴിഞ്ഞ് 3 മണിക്ക് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് നമ്മൾ ഒരാഴ്ചയിൽ തന്നെ 3ഉം കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം, അങ്ങനെയാണ് പോകുന്നത്. ദെൻ രാത്രി 8 മണിക്ക് നമുക്ക് ലൈവ് സെഷൻ ആണ്. കാലത്ത് നമ്മൾ 3 സമയങ്ങളിലായിട്ട് പഠിച്ച GK പോർഷൻസ് ഉണ്ടല്ലോ, 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിച്ചിട്ടുള്ള GK പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നും PSC പരീക്ഷകളിൽ പ്രത്യേകിച്ച് 2021 മുതൽ 24 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിനും കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ടോപ്പിക്കിലും കോഡ് യൂസ് ചെയ്തിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതും ലൈവായിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 6 ക്ലാസ്സുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ പുതുതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സിൽ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നാളെ പഠിക്കേണ്ട ഏതൊക്കെ ക്ലാസ്സുകൾ ഏതൊക്കെ കൃത്യസമയത്ത് വരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത് ടെലഗ്രാമിലൂടെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, PDF, നോട്ട്സ് ഇതെല്ലാം നമ്മൾ തരുന്നത് ടെലഗ്രാം വഴിയാണ്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കെമിസ്ട്രിയിൽ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും പഠിച്ചു, മൂലകങ്ങളും അവയുടെ വർഗീകരണവും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗമാണ്. SCERT പാഠഭാഗങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗത്തുള്ള മുഴുവൻ SCERT പാഠഭാഗങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോഹ നിർമ്മാണം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ലോഹ നിർമ്മാണം. അപ്പോൾ ആദ്യം തന്നെ ലോഹത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനമാണ് എന്തിൻ്റെ കണ്ടുപിടുത്തം? ലോഹത്തിൻ്റേത്. മാനവ പുരോഗതിയുടെ ചരിത്ര വഴികളിൽ ലോഹയുഗങ്ങളായി തന്നെ അവ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടാനും ആഹാര സമ്പാദനത്തിനുമായിട്ട് കൂർത്ത ശിലകളും മരക്കൊമ്പുകളും ഉപയോഗിച്ച സ്ഥാനത്ത് ലോഹ ഉപകരണങ്ങൾ വന്നതോടുകൂടി അധ്വാന ഭാരം ലഘൂകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി മൊട്ടുസൂചി മുതൽ വിമാനം വരെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പും നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ചെമ്പും അലുമിനിയവും ചരിത്രഗതി മാറ്റിയ ലോഹങ്ങളാണ് അല്ലേ? നമുക്കറിയാം. അപ്പോൾ ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ഇരുമ്പായാലും അലുമിനിയം ആയാലും ചെമ്പായാലും ഇതെല്ലാം തന്നെ പ്രകൃതിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കുക, ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിലും എങ്ങനെയാണ്? ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സംയുക്താവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ക്രിയാശീലം വളരെ കുറഞ്ഞവ, ക്രിയാശീലം കുറഞ്ഞവ എങ്ങനെയാണ്? അതായത് പ്ലാറ്റിനം, സ്വർണം മുതലായ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്വതന്ത്രാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പോയിന്റ് കിട്ടി. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് എങ്ങനെയാണ്? സംയുക്താവസ്ഥയിലാണ്. ക്രിയാശീലം വളരെ കുറഞ്ഞ പ്ലാറ്റിനം, സ്വർണം മുതലായ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വതന്ത്രാവസ്ഥയിലാണ്.
ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്താ? അയിരുകളും ധാതുക്കളും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ധാതുക്കൾ എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ഏതൊക്കെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഇതെല്ലാം എന്താണ്? അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ്. അലുമിനിയം അടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ഈ പറയുന്ന ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് തുടങ്ങിയവ. പക്ഷേ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. ഈ എല്ലാ ധാതുക്കളെയും എന്ത് ചെയ്യാറില്ല? ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ലോഹം വേർതിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? നമ്മൾ പറഞ്ഞു ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമണ്ണും എല്ലാം എന്താണ്? അലുമിനിയത്തിൻ്റെ ധാതുവാണ്. പക്ഷേ അലുമിനിയത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് ഇതിലെല്ലാ ധാതുക്കളും ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണമാണോ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരെണ്ണം ഉപയോഗിക്കണമെങ്കിൽ, അതങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ വേണം. ആ ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? സുലഭമായിരിക്കണം. ഓക്കെ, സുലഭമായിരിക്കണം, നമുക്ക് എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം. ഓക്കെ, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം. ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഇത്രയും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് നമ്മളൊരു ധാതു സെലക്ട് ചെയ്യുക. എന്തൊക്കെയാണ് പ്രത്യേകത? സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം, ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ധാതുക്കളെ സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനെയാണ് ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ അതിൽ നിന്നും നമുക്ക് അലുമിനിയം വേർതിരിച്ചെടുക്കണം. എങ്ങനെ വേർതിരിച്ചെടുക്കണം? എളുപ്പത്തിൽ, വേഗത്തിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ. ഇങ്ങനെയെല്ലാം നമുക്ക് അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ലോഹത്തിൻ്റെ, ആ ഒരു ധാതുവിനെയാണ് നമ്മൾ അയിര് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ബോക്സൈറ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ, അതായത് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് ഇതെല്ലാം ധാതുക്കളാണെന്ന് പറഞ്ഞു. ആ 3 ധാതുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രത്യേകതകൾ, അതായത് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നു, വേഗത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നു, ചെലവ് കുറഞ്ഞ രീതിയിൽ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നു എന്നീ പ്രത്യേകതകളുള്ള ലോഹത്തിൻ്റെ ധാതു, അലുമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബോക്സൈറ്റ് ആണ്. കാരണം അലുമിനിയം വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ധാതു ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതുകൊണ്ട് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നതാണ് അലുമിനിയത്തിൻ്റെ അയിര്. അപ്പോൾ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളാണ്? അല്ല, എല്ലാ അയിരുകളും എങ്ങനെയാണ്? ധാതുക്കളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്. പക്ഷേ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരല്ല. കാരണം എന്താണ്? അയിരാവണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കുറച്ച് പ്രത്യേകതകൾ വേണം അല്ലേ. എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ധാതുവിനെ നമ്മൾ എന്തെന്ന് പറയുക? അയിര് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണ്. പക്ഷേ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകൾ അല്ല. അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ് പഠിക്കാനുള്ളത്. ചില ലോഹങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അയിരുകളുടെ പേര് തന്നിട്ടുണ്ട്, രാസസൂത്രവും തന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക,
ആദ്യം നമ്മൾ പഠിച്ചത് അലുമിനിയത്തിൻ്റെയാണ് അല്ലേ. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. രാസസൂത്രം നോക്കുക, Al2O3 2H2O. ഓക്കെ, അടുത്തത് അയണിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഓക്കെ, അയണിൻ്റെ ഏതാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അതിൻ്റെ രാസസൂത്രം നോക്കുക. ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ Fe2O3, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് Fe3O4 ആണ്. അടുത്തത് കോപ്പറിൻ്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും ആണ്. CuFeS2 Cu2O ഇതെല്ലാമാണ് കോപ്പറിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത്. അടുത്തത് സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ്. ഓക്കെ, സിങ്ക് ബ്ലെൻഡ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. കലാമിൻ, ഇത് രണ്ടുമാണ് എന്തിൻ്റെ? സിങ്കിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് അലൂമിനിയം ചോദിക്കാറുണ്ട്. അലുമിനിയത്തിൻ്റെയാണ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏത് എന്ന് ചോദിക്കാറുണ്ട്. ബോക്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹേമറ്റൈറ്റ് ചോദിക്കാറുണ്ട്. അയണിൻ്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അത് ഓർത്തിരിക്കുക. കോപ്പറിൻ്റെ ഏതാണ്? കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്. സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നോക്കുക. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് അല്ലേ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. അലുമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. സൾഫൈഡ് അയിരുകൾ ഏതെല്ലാം ലോഹങ്ങൾക്കാണ് ഉള്ളത്? ഏതെല്ലാമാണ് സൾഫൈഡ് അയിരുകൾ ഉള്ളത്? കോപ്പറിനും സിങ്കിനുമാണ്. ഓക്കെ, കോപ്പറിനും സിങ്കിൻ്റെയും അയിരുകളാണ് സൾഫൈഡ് അയിരുകൾ ഏതെല്ലാം ലോഹങ്ങൾക്കാണുള്ളത്? കോപ്പർ, സിങ്ക് എന്നീ ലോഹങ്ങൾക്കാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലോഹ നിഷ്കർഷണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റലർജി എന്താണ്? അതായത് ഒരു അയിരിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ധാതുക്കളിൽ നമ്മൾ ചില പ്രത്യേകതകൾ ഉള്ളവയാണ് അയിരെന്ന് പറയുന്നത്. ലോഹം വേർതിരിച്ചെടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് അയിരെന്ന് പറയുന്നത്. ആ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെ മുഴുവൻ പ്രക്രിയകളും ചേർന്നതിനെയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നു. ആ വേർതിരിച്ചെടുക്കുന്നത് വരെ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടോ അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുക? ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. ഇത് 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഈ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നതിന് എന്തുണ്ട്? 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം ഇവിടെ കാണുന്നുണ്ടോ? ബ്ലാക്ക് കളറിലാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം അയിരുകളുടെ സാന്ദ്രണം. ഒന്നാമത്തെ ഘട്ടം എന്താണ്? അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത്തെ ഘട്ടം ലോഹ ശുദ്ധീകരണം. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് വേറെ ഘട്ടങ്ങൾ വരുന്നുണ്ട്, അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് അയിരുകളുടെ സാന്ദ്രണം, രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, മൂന്നാമത് ലോഹ ശുദ്ധീകരണം. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ലോഹ നിഷ്കർഷണം നടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അയിരുകളുടെ സാന്ദ്രണം. അപ്പോൾ എന്താണ് അയിരുകളുടെ സാന്ദ്രണം? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ പറയുന്ന പേരാണ് ഗ്യാങ് എന്നാണ് പറയുക. ഓക്കെ, ഗ്യാങ് എന്ന് വെച്ചാൽ എന്താണ്? അപദ്രവ്യങ്ങളാണ്. അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യങ്ങളെയാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത്. ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ എന്തെങ്കിലുമൊക്കെ അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അതിനെയെല്ലാം പറയുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? അയിരിൻ്റെ സാന്ദ്രണം എന്നാണ് പറയുന്നത്. അയിരിൻ്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ചിട്ട് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. ഓക്കെ, അയിരിൻ്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് വിവിധ സാന്ദ്രണ രീതികളുണ്ട്. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് പല രീതിയിലാണ് നടക്കുന്നത്. അതിലൊന്നാമത്തെ മെത്തേഡാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ.
അപ്പോൾ ഏതെങ്കിലും ഒരു അയിര് തന്നിട്ട് അത് ഏത് രീതിയിലാണ്, അതിൽ അയിരുകളുടെ സാന്ദ്രണം നടക്കുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ന് നമുക്ക് ചോദ്യം വരാം. അപ്പോൾ നോക്കുക, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും, അപദ്രവ്യം അഥവാ ഗ്യാങ് എന്ന് പറയുന്നതിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടിയതുമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. ഓക്കെ, എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുക? അപദ്രവ്യത്തിന് സാന്ദ്രത കുറവും അയിരിന് സാന്ദ്രത കൂടുതലുമായിരിക്കുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ഓക്കെ, അതിന് ഉദാഹരണമാണ് ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. ഓക്സൈഡ് അയിരുകളുടെയും സ്വർണത്തിൻ്റെ അയിരുകളുടെയും സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ് മെത്തേഡ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊടിച്ച അയിര് ഇതുണ്ട്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നു. അപ്പോൾ അതേ ഗ്യാങ് അങ്ങോട്ട് പോകുന്നു, അല്ലെ അയിരിൻ്റെ സസ്പെൻഷൻ കാണുന്നുണ്ടല്ലോ, സാന്ദ്രീകരിച്ച അയിര് എന്നൊക്കെ പറഞ്ഞൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം? എപ്പോഴാണ്? അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചേക്കുക. അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ അയിരിൻ്റെ സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ അപദ്രവ്യത്തിൻ്റെ സാന്ദ്രത കുറവാണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഉപയോഗിക്കും. എക്സാമ്പിൾ ഏതാണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ സാന്ദ്രീകരണ മെത്തേഡാണ് പ്ലവന പ്രക്രിയ. ഓക്കെ, ഫ്ലോട്ടേഷൻ എന്നാണ് പറയുന്നത്. പ്ലവന പ്രക്രിയ ഇവിടെ എന്താണ്? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ജലപ്രവാഹത്തിൽ കഴുകുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പോൾ പ്ലവന പ്രക്രിയ എന്ന് പറയുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് നമ്മൾ പ്ലവന പ്രക്രിയ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സൾഫൈഡ് അയിരുകൾ. ഓക്കെ, സൾഫൈഡ് അയിരുകളാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയ ഉപയോഗിച്ചിട്ട് നമ്മൾ സാന്ദ്രീകരണം നടത്തുന്നത്. ഓക്കെ, സൾഫൈഡ് അയിരുകൾ. സൾഫൈഡ് അയിരുകൾ ഏതൊക്കെ ലോഹത്തിൻ്റെയാണ് നമ്മൾ പഠിച്ചു? കോപ്പറും സിങ്കും, അല്ലേ? കോപ്പർ, സിങ്ക് എന്നീ ലോഹങ്ങളുടെ അയിരുകളാണ് സൾഫൈഡ് അയിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കോപ്പർ അല്ലെങ്കിൽ സിങ്കിനെയൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാന്ദ്രീകരണ മെത്തേഡാണ് പ്ലവന പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്, പ്ലവന പ്രക്രിയ. അടുത്തത് കാന്തിക വിഭജനം. അടുത്ത മെത്തേഡാണ് കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെയാണ്, കാന്തിക സ്വഭാവം വേണം. ആർക്ക്? ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന്. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്ത് വേണം? കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായിട്ടുള്ള ടിൻ സ്റ്റോൺ, അതിൽ നിന്നും കാന്തിക അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. അപ്പോൾ കാന്തിക വിഭജനം ഉപയോഗിക്കണമെങ്കിൽ അയിരിനോ അപദ്രവ്യത്തിനോ എന്ത് വേണം? കാന്തിക സ്വഭാവം വേണം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ടിൻ സ്റ്റോണിൽ നിന്നും ടങ്സ്റ്റേറ്റിനെ, അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് കാന്തിക വിഭജനം. അത് മനസ്സിലായി. അടുത്തത് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ഓക്കെ, അപ്പം ലയിക്കുന്ന അയിര്, അനുയോജ്യമായിട്ടുള്ള ഒരു ലായനി എടുക്കുക, അതിൽ അയിര് ചേർക്കുക. അയിര് ചേർക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു, അയിര് ലയിക്കുന്നു. ഈ ലയിക്കാത്ത അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യുന്നു? അരിച്ചു മാറ്റുന്നു. അയിര് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു, ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. ഈ ഒരു മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എക്സാമ്പിളാണ് അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന മെത്തേഡാണ് ഇത് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് തരം സാന്ദ്രീകരണ രീതി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ 4 മെത്തേഡാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ,
പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്, 4 മെത്തേഡ് പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ ഓരോന്നും ഏത് തരത്തിലുള്ള അയിരാണ്, ഏത് തരത്തിലുള്ള അപദ്രവ്യമാണ്, ഏതൊക്കെയാണ് എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അയിരുകളുടെ പ്രത്യേകതയാണ് തന്നിരിക്കുന്നത്. സാന്ദ്രത കൂടിയവ, അയിരുകൾ സാന്ദ്രത കൂടിയതും അയിരിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ സാന്ദ്രത കുറഞ്ഞതും ആയിരിക്കുമ്പോൾ ഏത് പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിച്ചത്? അയിരുകൾ സാന്ദ്രത കൂടിയതും അപദ്രവ്യങ്ങൾ സാന്ദ്രത കുറഞ്ഞതുമായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെ. ജലപ്രവാഹത്തിൽ അപദ്രവ്യത്തിന് സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ജലപ്രവാഹത്തിൽ കഴുകൽ. എഴുതി വെക്കുക കേട്ടോ, ജലപ്രവാഹത്തിൽ കഴുകൽ. അടുത്തത് നോക്കുക, കാന്തിക സ്വഭാവമുള്ളവ. അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അയിരുകൾക്ക് കാന്തിക സ്വഭാവമുണ്ട്, അയിരിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾക്ക് കാന്തിക സ്വഭാവമില്ല. എങ്കിലെന്താണ്? ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏത് മെത്തേഡ് യൂസ് ചെയ്യും? കാന്തിക വിഭജനം അല്ലേ. കാന്തിക വിഭജനം എഴുതി വയ്ക്കുക. അടുത്തത് സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരുകൾ. സൾഫൈഡ് അയിരുകളാണെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? സൾഫൈഡ് അയിരുകൾ നമ്മൾ പഠിച്ചു, പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. സൾഫൈഡ് അയിരുകൾ എന്ന് പറഞ്ഞാൽ ഏത് ലോഹത്തിൻ്റെയാണ്? കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെയാണ് സൾഫൈഡ് അയിരുകൾ ഉണ്ടാവുക. അപ്പോൾ പ്ലവന പ്രക്രിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, പ്ലവന പ്രക്രിയ. അടുത്തത് ലായനിയിൽ ലയിക്കുന്ന അലൂമിനിയം അയിരുകൾ. നമ്മൾ ലാസ്റ്റ് പഠിച്ചല്ലേ അലൂമിനിയം അയിരുകൾ, ബോക്സൈറ്റ്, ഏതാണ്? ലീച്ചിങ് അല്ലേ. ലീച്ചിങ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 മെത്തേഡുമായി. സാന്ദ്രത കൂടുതൽ, അയിരുകൾക്ക് സാന്ദ്രത കൂടുതലും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ. കാന്തിക സ്വഭാവം ഏതെങ്കിലും ഒന്നിന്, അയിരുകൾക്കോ അപദ്രവ്യങ്ങൾക്കോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ കാന്തിക വിഭജനം. സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരുകൾ ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയ. ലായനിയിൽ ലയിക്കുന്ന അലുമിനിയം അയിരുകളാണെങ്കിൽ ലീച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് അയിരുകൾ തന്നിട്ടുണ്ട്, അതിന് അനുയോജ്യമായിട്ടുള്ള സാന്ദ്രണ രീതി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെയും നമുക്ക് പൂരിപ്പിക്കാനാണ് തന്നിട്ടുള്ളത്. അയിര് തന്നിട്ടുണ്ട്, സാന്ദ്രണ രീതി നമ്മൾ കണ്ടുപിടിക്കണം. നോക്കുക, ടിൻസ്റ്റോൺ അയിരിൻ്റെ പേര് തന്നിട്ടുണ്ട്. ടിൻസ്റ്റോൺ ആണ്. ടിൻസ്റ്റോൺ നമ്മൾ പഠിച്ചല്ലോ, കാന്തിക വിഭജനമാണ് അല്ലെ. ഇരുമ്പിൻ്റെ അയിരായിട്ടുള്ള മാഗ്നറ്റൈറ്റിനെ വേർതിരിക്കുവാനും അതുപോലെ തന്നെ ടിൻസ്റ്റോണിൽ നിന്നും അല്ലെ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ വേണ്ടി, അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? നമ്മൾ പഠിച്ചു, കാന്തിക വിഭജനം. അപ്പോൾ ടിൻസ്റ്റോൺ എന്ന് പറയുന്നതിൻ്റെ മെത്തേഡ് ഏതാണ്? കാന്തിക വിഭജനമാണ്. അടുത്തത് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ്. അത് നമ്മൾ ഏതാണ് പഠിച്ചത്? ലീച്ചിങ് ആണ് പഠിച്ചത് അല്ലേ. വേർതിരിച്ചെടുക്കുന്ന, ലായനിയിൽ ലയിക്കുന്ന അയിരാണ്. സോ ലീച്ചിങ് ആണ്. അടുത്തത് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലവന പ്രക്രിയയാണ് അല്ലേ. സൾഫൈഡ് അയിരുകൾ പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞു. സൾഫൈഡ് അയിരുകൾ ഏത് ലോഹങ്ങളുടേതാണ്? കോപ്പറിൻ്റേതും സിങ്കിൻ്റേതുമാണ്. അപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലവന പ്രക്രിയയാണ് വരിക. ഓക്കെ, പ്ലവന പ്രക്രിയയാണ് സിങ്ക് ബ്ലെൻഡിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? അയിരുകളുടെ സാന്ദ്രീകരണം. അതിൽ വരുന്ന 4 മെത്തേഡാണ് പഠിച്ചത്. ഇനി അടുത്ത മെറ്റലർജി, ലോഹനിഷ്കർഷണത്തിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന്. നമ്മളിപ്പോൾ അയിരുകളുടെ സാന്ദ്രീകരണം 4 മെത്തേഡ് ഉപയോഗിച്ച് പഠിച്ചു. ഈ സാന്ദ്രീകരിച്ചെടുത്ത അയിരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ലോഹത്തെ വേർതിരിക്കണം. അടുത്ത അതാണ് പഠിക്കുന്നത്, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. അപ്പോൾ ഒരു സാന്ദ്രീകരണം നടത്തിയ അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 2 ഘട്ടമാണ് ഉള്ളത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. അടുത്തത് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഓക്കെ, സാന്ദ്രീകരിച്ച അയിരിനെ ആദ്യം ഓക്സൈഡാക്കി മാറ്റുന്നു, ദെൻ ഓക്സൈഡാക്കിയ അയിരിനെ എന്ത് ചെയ്യുന്നു? നിരോക്സീകരണം നടത്തുന്നു. അപ്പോൾ ഇതിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ എന്ന് പറഞ്ഞു. അവിടെയും നമുക്ക് പ്രത്യേകമായിട്ട് കുറേ സ്റ്റെപ്സ് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഓരോ മെത്തേഡ് പഠിക്കാനുണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഒന്നാമത്തേത് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? കാൽസിനേഷൻ, റോസ്റ്റിംഗ്, ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സാന്ദ്രീകരിച്ചെടുത്ത അയിരിനെ ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കാൽസിനേഷൻ. കാൽസിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജൻ ഇല്ലാതെ അല്ലേ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ
അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ഓക്സിജൻ ഇല്ലാതെ അയിരിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുന്നു. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് ചെയ്യുന്നു? വിഘടിച്ച് ഓക്സൈഡായിട്ട് മാറുന്നു. ഇതാണ് കാൽസിനേഷൻ. അടുത്ത മെത്തേഡാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കാൽസിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. വായുവിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ അത് കാൽസിനേഷൻ, വായുവിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ എന്താണ്? അതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുക. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം എന്തായിട്ട് മാറുന്നു? ബാഷ്പമായി പുറത്തു പോകുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായിട്ട് മാറുന്നു. ഉദാഹരണം ഇവിടെ നോക്കുക, Cu2S അയിര് റോസ്റ്റിംഗ് വഴി Cu2O ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്നീ മെത്തേഡുകൾ വഴിയാണ് സാന്ദ്രീകരിച്ച അയിരിനെ എന്തായി മാറ്റുന്നത്? ഓക്സൈഡ് ആക്കിയിട്ട് മാറ്റുന്നത്. ഈ അടുത്ത മെത്തേഡാണ് എന്ത്? ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. അടുത്ത ഘട്ടമാണ്. ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം എന്ന് പറയുമ്പോൾ ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? നിരോക്സീകരണം. ഓക്കെ, ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സീകാരികൾ ഇതിനായിട്ട് ഉപയോഗിക്കാം. ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്സൈഡ് ആക്കി കഴിഞ്ഞു. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. ഇവിടെ അനുയോജ്യമായിട്ടുള്ള നിരോക്സീകാരികൾ ആവശ്യമുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന നിരോക്സീകാരികളാണ് ഏതൊക്കെ? വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വൈദ്യുതിയാണ്. ഓക്കെ, ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാണ്? വൈദ്യുതി ആണ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ലോഹശുദ്ധീകരണം. നോക്കുക, ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതായത് നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ ചില അലോഹങ്ങളും അപദ്രവ്യങ്ങളായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പം നിരോക്സീകരണമൊക്കെ നമ്മൾ നടത്തി ലോഹം നിർമ്മിക്കുകയാണ്. അപ്പോൾ ലോഹം നിർമ്മിക്കുമ്പോൾ നിരോക്സീകരണം നടത്തിയാലും നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിലും എന്തുണ്ടാവും? മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ ചില അലോഹങ്ങളും ഒക്കെ അപദ്രവ്യങ്ങളായിട്ട് കാണാറുണ്ട്. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധീകരിക്കേണ്ട ലോഹങ്ങളുടെയും അല്ലെങ്കിൽ അവയിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളുടെയും സ്വഭാവം അടിസ്ഥാനമാക്കിയിട്ട് ലോഹ ശുദ്ധീകരണത്തിന് പല മാർഗങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലോഹ ശുദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ മെത്തേഡാണ് ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ എന്ന് പറയുന്നത്. ഉരുക്കി വേർതിരിക്കൽ എന്താണ് പറയുന്നത്? കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളിൽ അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വരുന്നു. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്. അശുദ്ധലോഹം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫർണസിലിട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഉരുക്കുന്ന സമയത്ത് ലോഹങ്ങൾ എന്ത് ചെയ്യും? ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം ഉരുകി എന്ത് ചെയ്യും? താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു പാത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടേക്ക് ശുദ്ധലോഹം ഉരുകി ഇവിടെ എത്തും, ശുദ്ധലോഹം. ഓക്കെ, അപ്പോൾ ഇതാണ് ഉരുക്കി വേർതിരിക്കൽ. അപ്പോൾ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ടിന്ന്, ലെഡ് ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളാണ്
ഉരുക്കി വേർതിരിക്കുന്നത്. ഓക്കെ, ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു? ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുന്നു. ഓക്കെ, ഉരുക്കുന്ന സമയത്ത് ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞ് ഉരുകി താഴോട്ട് വരുന്നു. ഈ മെത്തേഡാണ് ഉരുക്കി വേർതിരിക്കൽ. ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ലോഹങ്ങൾ? ടിന്ന്, ലെഡ്. അടുത്ത മെത്തേഡാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. എന്താണ്? താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? സ്വേദനം എന്ന് പറയുന്നത്. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വേദനം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ലോഹങ്ങൾക്കാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. എന്തുകൊണ്ടാണ് അവയ്ക്കത് ഉപയോഗിക്കുന്നത്? തിളനില, കുറഞ്ഞ തിളനിലയുള്ളവയായതുകൊണ്ട്. ഓക്കെ, കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഉരുക്കി വേർതിരിക്കൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് തുടങ്ങിയവയ്ക്കാണ്. അടുത്ത മെത്തേഡാണ്, ലോഹ ശുദ്ധീകരണത്തിൻ്റെ അടുത്ത മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയിട്ടുള്ള ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഈ മാർഗം ഉപയോഗിക്കാം. അപ്പോൾ കോപ്പറിനെ ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ശുദ്ധലോഹമാണ് എവിടെയായിട്ട്? നെഗറ്റീവ് ഇലക്ട്രോഡിൽ എടുക്കുന്നത് അല്ലേ? അപദ്രവ്യം അടങ്ങിയിട്ടുള്ള ലോഹമാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുന്നത്. ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് എടുക്കുന്നത്. ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കുക, ശുദ്ധീകരിക്കേണ്ട കോപ്പർ. ഓക്കെ, അതായത് ശുദ്ധീകരിക്കേണ്ട കോപ്പർ എന്ന് പറയുമ്പോൾ അപദ്രവ്യം അടങ്ങിയിട്ടുള്ള കോപ്പറാണ് ആനോഡിൽ അല്ലേ? ആനോഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്തത് ഇവിടെ നോക്കുക, കാഥോഡിൽ എന്താണ്? കാഥോഡിൽ ശുദ്ധ കോപ്പറാണ്. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിൽ ശുദ്ധ കോപ്പറാണ്. ഇവിടെ ചിഹ്നം കാണുന്നുണ്ടല്ലോ അല്ലേ? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിൽ ശുദ്ധ കോപ്പറും പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിൽ ശുദ്ധീകരിക്കേണ്ട കോപ്പറുമാണ്. ലായനിയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണത്? H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കണ്ടതിന് ശേഷം നമ്മളിവിടെ ഈ ടേബിൾ പൂരിപ്പിക്കണം. ആനോഡിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് അല്ലേ? ആനോഡിൽ ഉപയോഗിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ്. അതിവിടെ എഴുതി വെക്കുക കേട്ടോ. ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് ആനോഡിൽ ഉപയോഗിക്കുന്നത്. കാഥോഡിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? ശുദ്ധ കോപ്പറാണ് അല്ലേ? ശുദ്ധ കോപ്പറാണ് കാഥോഡിൽ ഉപയോഗിക്കേണ്ടത്. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. കോപ്പർ സൾഫേറ്റ് CuSO4 കോപ്പർ സൾഫേറ്റ് ലായനിയാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്താണ്? ആനോഡിൽ എന്താണ് നടക്കുന്നത്? Cu2+2E. ഓക്കെ, ഇതാണ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ആനോഡിൽ നടക്കുന്നത് Cu+Cu2++2E. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്താണ്? ഈ ഉണ്ടായിരിക്കുന്ന Cu2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Cu ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഇതൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ, പഠിച്ചു വെച്ചേക്കാം. അടുത്തത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. അയണിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് എന്നിവ. ഓക്കെ, അയണിൻ്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. ഇവയിൽ അയണിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? അയണിൻ്റെ അയിരുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ധാതുക്കൾ എന്ന് പറയുന്നതാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ വ്യാവസായികമായിട്ട് നിർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ ഏത് ധാതുവിനെയാണോ സെലക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അയിരുകൾ എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ അയണിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും
മാഗ്നറ്റൈറ്റും മാത്രമാണ്. ഓക്കെ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും മാത്രമാണ് അയണിൻ്റെ അയിരുകൾ. അയൺ പൈറൈറ്റ്സിനെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അയൺ പൈറൈറ്റ്സ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ്? അയൺ പൈറൈറ്റ്സ് ആണ്. ഇതിന് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടാൻ കാരണം എന്താണ്? അതായത് ഇതിൻ്റെ മങ്ങിയ മഞ്ഞ കലർന്ന ബ്രാസിൻ്റെ നിറം സ്വർണത്തോട് സാദൃശ്യം കാണിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? അതിൻ്റെ മങ്ങിയ മഞ്ഞ കലർന്ന ബ്രാസിൻ്റെ നിറം സ്വർണത്തോട് സാദൃശ്യം കാണിക്കുന്നത് കൊണ്ടാണ് അതിനെ വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് പ്രധാനമായും ഏതിൽ നിന്നാണ്? ഹേമറ്റൈറ്റിൽ നിന്നാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരാണ്. വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലും ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഇതിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുകയാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലേ? ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുകയാണ്. ഇതിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. കാന്തിക വിഭജനത്തിലൂടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാം. കാന്തിക വിഭജനവും ഉപയോഗിക്കുന്നുണ്ട്, ജലപ്രവാഹത്തിൽ കഴുകി മാറ്റലും ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് ലഭിക്കുന്ന അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. അപ്പോൾ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളായിട്ടുള്ള സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് തുടങ്ങിയ മാലിന്യങ്ങളെ അവയുടെ ഓക്സൈഡുകളാക്കിയിട്ട് വാതക രൂപത്തിൽ നീക്കം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇരുമ്പിനെ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അയിരിനെ വേർതിരിച്ചെടുത്തു. കാന്തിക വിഭജനം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയിട്ടോ അയിരിനെ വേർതിരിച്ചെടുക്കുന്നു. തുടർന്ന് കിട്ടുന്ന അയിരിനെ എന്ത് ചെയ്യുന്നു? റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. അപ്പോൾ ഈ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളായിട്ടുള്ള സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് തുടങ്ങിയ മാലിന്യങ്ങളെ എന്ത് ചെയ്യുന്നു? അവയുടെ ഓക്സൈഡുകളാക്കിയിട്ട് വാതക രൂപത്തിൽ നീക്കം ചെയ്യുന്നു. ഇതോടൊപ്പം ജലാംശവും നീക്കം ചെയ്യപ്പെടുന്നു. എന്നാൽ അയിരിൽ കാണപ്പെടുന്ന ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നില്ല? നീക്കം ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ജലാംശമൊക്കെ നീക്കം ചെയ്തു. പിന്നീട് അയിരിൽ കാണപ്പെടുന്ന ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്നത് നീക്കം ചെയ്യപ്പെടുന്നില്ല. ബ്ലാസ്റ്റ് ഫർണസ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഹേമറ്റൈറ്റിനെ അയൺ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഹേമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഈ ഫർണസിൻ്റെ അടിവശത്തുകൂടി ഉയർന്ന താപനിലയിലുള്ള ശക്തമായ വായുപ്രവാഹം കടത്തിവിടുന്നു. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഈ ഫർണസിൻ്റെ അടിവശത്തോടെ എന്ത് ചെയ്യുന്നു? ഉയർന്ന താപനിലയിലുള്ള ശക്തമായ വായുപ്രവാഹം കടത്തിവിടുന്നു. അതുകൊണ്ടാണ് ഈ ഫർണസിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ഫർണസിൻ്റെ മുകൾ വശത്തുള്ള പ്രത്യേക ക്രമീകരണത്തിലൂടെ ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കോക്ക് എന്നിവ നിക്ഷേപിക്കുന്നു. ഫർണസിൻ്റെ മുകൾ വശത്തുള്ള പ്രത്യേക ക്രമീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കോക്ക് എന്നിവ നിക്ഷേപിക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നു? കാർബൺ ഓക്സൈഡനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. കാർബൺ ഡൈ ഓക്സൈഡും കാർബണും താപവും കൂടെ ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. ഈ കാർബൺ മോണോക്സൈഡാണ് പ്രധാനമായിട്ടും ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത്. ഓക്കെ, കാർബൺ മോണോക്സൈഡാണ് പ്രധാനമായും എന്ത് ചെയ്യുന്നത്? ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് അയണാക്കി മാറ്റുന്നത്. ദെൻ നോക്കുക, Fe2O3 plus 3CO is equal to 2Fe plus 3CO2. കണ്ടോ? ഫർണസിലെ ഉയർന്ന താപനിലയിൽ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും ഉയർന്ന താപനിലയിൽ എന്ത് ചെയ്യുന്നു? കാൽഷ്യം കാർബണേറ്റ് CaCO3 കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ച് എന്ത് ചെയ്യുന്നു? കാൽസ്യം ഓക്സൈഡ് CaO. ഓക്കെ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. ഈ കാൽസ്യം ഓക്സൈഡ് ഇവിടെ ഉണ്ടായിട്ടുള്ള കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അയിരിലെ SiO2 അതായത് ഗ്യാങ്ങുമായിട്ട് പ്രവർത്തിച്ച് എളുപ്പത്തിൽ ഉരുകുന്ന കാൽസ്യം സിലിക്കേറ്റ് CaSiO3 കാൽസ്യം സിലിക്കേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും താപവും ഉണ്ടാവുന്നു, റിലീസ് ചെയ്യുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണും താപവുമായി ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. ആ കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ചിട്ട് അയൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഹേമറ്റൈറ്റിനെ Fe2O3 അതിനെ കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യുന്നു? നിരോക്സീകരിച്ചിട്ട് അയൺ ആയിട്ട് മാറുന്നു. 2Fe അല്ലേ, അയൺ ആയിട്ട് മാറുന്നു. ഈ എന്താണ് ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഫർണസിൽ ഇപ്പോൾ അയൺ ഉണ്ടായി, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഫർണസിലെ ഉയർന്ന താപനിലയിൽ കാൽഷ്യം കാർബണേറ്റ് അല്ലെ CaCO3 കാൽഷ്യം കാർബണേറ്റ് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. വിഘടിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാവുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. ഈ ഉണ്ടാവുന്ന കാൽസ്യം ഓക്സൈഡ് എന്തുമായിട്ട് ചേർന്നിട്ട്? അയൺ സിലിക്ക അല്ലേ SiO2മായിട്ട് ചേർന്നിട്ട് എന്ത് സംഭവിക്കുന്നു?
സ്ലാഗ് ഉണ്ടാവുന്നു, അതായത് കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ എന്താണ് ഉപയോഗിക്കുക? ആസിഡിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സാന്ദ്രത കുറഞ്ഞ ഉരുകിയ സ്ലാഗ് ഉരുകി ഇരുമ്പിന് മീതെ പൊങ്ങിക്കിടക്കുന്നു. ഫർണസിൽ നിന്നും ഉരുകിയ രൂപത്തിൽ സ്ലാഗും അയണും പ്രത്യേകമായിട്ട് പുറത്തെടുക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണും മറ്റു മാലിന്യങ്ങളായിട്ടുള്ള മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് പിഗ് അയേൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിഗ് അയേൺ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണാണ്, മറ്റു മാലിന്യങ്ങളായിട്ടുള്ള മാംഗനീസും സിലിക്കണും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. ഇതിനെയാണ് പിഗ് അയേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയണിൻ്റെ നിർമ്മാണം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഈ ഒരു പട്ടിക പൂരിപ്പിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. നമുക്കറിയാലോ, എഴുതി വെക്കുക കേട്ടോ. ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ അയിരെന്ന് പറയുന്നത്. ഇനി ഇവിടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, റോസ്റ്റ് ചെയ്ത ഹേമറ്റൈറ്റും ചുണ്ണാമ്പ് കല്ലും കോക്കും അല്ലേ? റോസ്റ്റ് ചെയ്ത ഹേമറ്റൈറ്റ്, ദെൻ ചുണ്ണാമ്പ് കല്ല്, ദെൻ കോക്ക്. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ. ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, കോക്ക് എന്നിവയാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ. ഇനി ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ? കാർബൺ മോണോക്സൈഡ് ആണ് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇനി ഗ്യാങ് എന്ന് പറയുന്നത് ഏതാണ്? സിലിക്ക അല്ലേ? SiO2 ആണ്. ഗ്യാങ് എന്ന് പറയുന്നത് SiO2 സിലിക്കയാണ്. ഫ്ലെക്സ് എന്ന് പറയുന്നത് ഏതാണ്? CaO ആണ് അല്ലേ? കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ദെൻ സ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം സിലിക്ക അല്ലെ? CaSiO3 ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. സ്ലാഗ് രൂപീകരണ പ്രവർത്തനത്തിൻ്റെ സമവാക്യം എന്താണ്? നമ്മൾ ലാസ്റ്റ് പഠിച്ചു. CaO + SiO2 gives എന്താണ്? CaSiO3 ആണ് അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റും ആണ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കോക്ക്. ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കാർബൺ മോണോക്സൈഡ്. ഗ്യാങ് ആയിട്ട് ഉപയോഗിക്കുന്നത് SiO2, ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് CaO, സ്ലാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് CaSiO3. സ്ലാഗ് രൂപീകരണ പ്രവർത്തനത്തിൻ്റെ സമവാക്യം CaO + SiO2 gives CaSiO3. ഓക്കെ, അടുത്തത് വിവിധ തരം അലോയ് സ്റ്റീലുകൾ. ഓക്കെ, വിവിധ തരം അലോയ് സ്റ്റീലുകളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റീലിൽ മറ്റു ലോഹങ്ങൾ ചേർത്ത് അലോയ് സ്റ്റീൽ നിർമ്മിക്കുന്നു. നിർമ്മിക്കുന്നതാണ് അലോയ് സ്റ്റീൽ. വിവിധ തരം അലോയ് സ്റ്റീലുകളുടെ പേര്, അവയുടെ ഘടകങ്ങൾ, പ്രത്യേകത, അവയുടെ ഉപയോഗം എന്നിങ്ങനെയാണ് പട്ടിക തന്നിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പേര് തന്നിട്ട് അത് ഏതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ നോക്കുക. Fe, Cr, Nic എന്നൊക്കെയാണ്. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഇത്രയും ഘടകങ്ങളാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിട്ടുള്ളത്. പ്രത്യേകത എന്താണ്? ഉറപ്പുള്ളതാണ്. ഉപയോഗം, പാത്രങ്ങൾ, വാഹനഭാഗങ്ങൾ ഇവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. പാത്രങ്ങൾ നിർമ്മിക്കാനും വാഹനഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അടുത്തത് സ്ഥിരം ചോദിക്കുന്നതാണ് അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. അതാണ് അൽനിക്കോ എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടെ നോക്കുക, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അൽനിക്കോ. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താണ്? കാന്തിക സ്വഭാവമുണ്ട്. ഉപയോഗം എന്താണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ ആണ്. അടുത്തത് നിക്രോം എന്ന് പറയുന്നത് Fe, അതായത് അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ. ഓക്കെ, അപ്പം നിക്രോം എന്നാണ് പറയുന്നത്. ഉയർന്ന പ്രതിരോധമാണ് പ്രത്യേകത. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നിക്രോം. അലോയ് സ്റ്റീൽ ഏതാണ്? നിക്രോമാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും അത് ഏത് സ്റ്റീലാണെന്നുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ,
ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? നിക്രോമാണ് അല്ലേ? അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് താഴെ തന്നിട്ടുള്ളത്? എന്താണ്? ഉയർന്ന പ്രതിരോധം അല്ലേ? നിക്രോമിന് ഉയർന്ന പ്രതിരോധം ഉള്ളതിനാലാണ് അത് വേഗം ചൂടുപിടിക്കും അല്ലേ? ഉയർന്ന പ്രതിരോധം ഉള്ളതുകൊണ്ട് തന്നെ അത് വേഗം ചൂടുപിടിക്കും. അപ്പോൾ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നിക്രോം ഉപയോഗിക്കുന്നു. അടുത്തത് നോക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീല്, നിക്രോം എന്നിവയിലെ ഘടകങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അവയുടെ ഗുണത്തിലെ വ്യത്യാസത്തിന് കാരണം എന്താണ്? നിക്രോമും സ്റ്റെയിൻലെസ് സ്റ്റീലിലും അടങ്ങിയിട്ടുള്ളത് ഘടകങ്ങൾ നോക്കുക. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അത് തന്നെയാണ് നിക്രോമിലും അടങ്ങിയിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിലും അടങ്ങിയിട്ടുണ്ട്. രണ്ടിലെയും ഘടകങ്ങൾ എന്താണ്? സെയിം തന്നെയാണ്. കാണുന്നില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലിലും അതുപോലെ തന്നെ ഏതിലും? നിക്രോമിലും അടങ്ങിയിട്ടുള്ളത് FeNiCr അല്ലേ? അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ഇത് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതെന്താണ്? വ്യത്യസ്ത ഉപയോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ആ ഘടക മൂലകങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അവയുടെ അനുപാതം എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലേ? ഘടക മൂലകങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷേ അവിടെ അനുപാതത്തിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അത് വ്യത്യസ്ത ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? അൽനിക്കോ ആണ് അല്ലേ? അൽനിക്കോ. അപ്പോൾ ഇനി നോക്കുക, അടുത്ത കോളം നോക്കുക. ഘടകമൂലകങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും വിവിധ തരം ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ? ഇവിടെ സ്ഥിരം എന്താണ്? നിക്രോമിലും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഒരേപോലുള്ള ഘടകങ്ങളാണ് ഉള്ളത്. പക്ഷെ അവയുടെ അനുപാതത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലോഹസങ്കരങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് അലൂമിനിയത്തിൻ്റെ നിർമ്മാണമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം പഠിച്ചു. അടുത്തത് അലൂമിനിയത്തിൻ്റെ നിർമ്മാണമാണ്. അലൂമിനിയത്തിൻ്റെ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തി നിത്യജീവിതത്തിൽ നാം ഈ ലോഹത്തെ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വൈദ്യുതി പ്രേഷണം ചെയ്യുന്നതിനും പാചകത്തിന് ഉപയോഗിക്കുന്ന വിവിധ തരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും വാഹനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിനും മറ്റനേകം ആവശ്യങ്ങൾക്കും ഈ ലോഹം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ് അലുമിനിയം ഉപയോഗിക്കുന്നത്? വൈദ്യുതി പ്രേഷണം ചെയ്യുന്നതിനും പാചകത്തിന് ഉപയോഗിക്കുന്ന വിവിധ തരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും വാഹനങ്ങളുടെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും റിഫ്ലക്ടറുകൾ നിർമ്മിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? അലൂമിനിയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് ആധാരമായിട്ടുള്ള ലോഹത്തിൻ്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈദ്യുത പ്രേഷണത്തിൻ്റെ സവിശേഷത എന്താണ്? ഉയർന്ന വൈദ്യുത ചാലകത. ഓക്കെ, വൈദ്യുത പ്രേഷണം ചെയ്യുന്നതിനുള്ള സവിശേഷത എന്താണ്? ഉയർന്ന വൈദ്യുത ചാലകത. എഴുതി വെക്കുക കേട്ടോ. ഉയർന്ന വൈദ്യുത ചാലകത ഉള്ളതുകൊണ്ടാണ് വൈദ്യുത പ്രേഷണം. അടുത്തത് പാചകപാത്രങ്ങൾ. ഓക്കെ, പാചകപാത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഉയർന്ന താപചാലകത. ഓക്കെ, ഉയർന്ന താപചാലകത ഉള്ളതുകൊണ്ടാണ് പാചകപാത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് റിഫ്ലക്ടറുകൾക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്ത് സവിശേഷതയായിരിക്കും? നല്ല പ്രതിഫലന പ്രതലം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, നല്ല പ്രതിഫലന പ്രതലം ഉള്ളതുകൊണ്ടാണ് റിഫ്ലക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈദ്യുത പ്രേഷണമായിട്ട് ഉപയോഗിക്കാനായിട്ട് കാരണം എന്താണ്? വൈദ്യുത പ്രേഷണം, ഉയർന്ന വൈദ്യുത ചാലകത. പാചകപാത്രങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കാരണം ഉയർന്ന താപചാലകത. റിഫ്ലക്ടറുകൾ ഉപയോഗിക്കാനായിട്ട് കാരണം നല്ല പ്രതിഫലന പ്രതലം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ്. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ രണ്ട് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ നോക്കുക. ആദ്യകാലങ്ങളിൽ അലുമിനിയം വേർതിരിച്ചെടുക്കുന്നതിൻ്റെ ചെലവ് വളരെ കൂടുതലായതിനാൽ ഇതിന് സ്വർണ്ണത്തേക്കാൾ വിലയായിരുന്നു. ഈ ലോഹത്തെ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ സാധാരണക്കാരൻ്റെ ലോഹമാക്കി മാറ്റി. അപ്പോൾ ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയാണ് അലുമിനിയത്തിന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത് പലതരത്തിലുള്ള മെത്തേഡ്സിലൂടെയാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണവും സാന്ദ്രീകരിച്ച അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണവുമാണ് പ്രധാന ഘട്ടങ്ങൾ. എന്തൊക്കെയാണ്? ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണം. ഈ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് അലുമിനിയം വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ഏത്? ലീച്ചിങ്. നമ്മൾ പഠിച്ചു അല്ലേ? ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗ്ഗം ഏതാണ്? ലീച്ചിങ് ആണ്.
അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബോക്സൈറ്റ് ചൂടുള്ള ഗാഢ NaOH ലായനിയിൽ ചേർക്കുന്നു. ഓക്കെ, അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാങ് അടങ്ങിയിട്ടുള്ള ബോക്സൈറ്റ് എന്ത് ചെയ്യുന്നു? ചൂടുള്ള ഗാഢ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ചേർക്കുന്നു. ബോക്സൈറ്റ് സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു. അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. വളരെ കുറച്ച് പുതുതായി തയ്യാറാക്കിയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തം ചേർത്ത് ജലമൊഴിച്ച് നേർപ്പിച്ച് കൂടുതൽ AlOH3 അവക്ഷിപ്തപ്പെടുത്തുന്നു. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് എങ്ങനെ അലുമിന ലഭിക്കും? അവക്ഷിപ്തം വേർതിരിച്ച് നന്നായി കഴുകിയ ശേഷം ശക്തിയായി ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അലുമിന ലഭിക്കുന്നു. ഓക്കെ, അവക്ഷിപ്തം വേർതിരിച്ച് നന്നായി കഴുകിയ ശേഷം ശക്തിയായി ചൂടാക്കുമ്പോഴാണ് അലുമിന ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ബോക്സൈറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ബോക്സൈറ്റ് എന്ത് ചെയ്യുന്നു? ലീച്ചിങ് ആണ് അല്ലേ. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണ രീതി ലീച്ചിങ്, അതായത് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ എന്ത് ചെയ്യുന്നു? ബോക്സൈറ്റിനെ ലയിപ്പിക്കുന്നു. അതാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? സോഡിയം അലുമിനിയം. ഓക്കെ, സോഡിയം അലുമിനിയം ആണ് ഉണ്ടാവുന്നത്. NaAlO2 സോഡിയം അലുമിനിയം ഉണ്ടാവും. എന്നിട്ട് അരിച്ചുമാറ്റിയ ലായനിയിൽ അല്പം അവക്ഷിപ്തവും AlOH3 ജലവും ചേർത്ത് ഇളക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇവിടെ AlOH3 അവക്ഷിപ്തപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. AlOH3 അവക്ഷിപ്തപ്പെടുന്നു അല്ലേ. അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ അരിച്ചുമാറ്റി ചൂടാക്കുന്നു. അരിച്ചുമാറ്റി ചൂടാക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അലുമിന അല്ലേ. AlO2H3 ആണ് അലുമിന. AlO2H3 ഉണ്ടാവുന്നു. ഓക്കെ, അലുമിന ഉണ്ടാവുന്നു. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചൂടാക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. 2AlOH3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? AlO2H3 + 3H2O ആയിട്ട് മാറും. ഓക്കെ, അലുമിന ഉണ്ടാവും. അപ്പോൾ അലുമിനിയത്തിൽ നിന്നും അലുമിനിയം വേർതിരിക്കുന്നതിന് ഏത് മാർഗം ഉപയോഗിക്കാം? അലുമിനിയിൽ നിന്ന് അലുമിനിയം വേർതിരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചത് അല്ലേ. ഇനി നിരോക്സീകാരിയായി കാർബൺ ഉപയോഗിക്കാൻ കഴിയുമോ? നിരോക്സീകാരിയായിട്ട് കാർബൺ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ? അലുമിനിയിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന മെത്തേഡ് ഏതാണ്? നമ്മൾ പഠിച്ചു, വൈദ്യുത വിശ്ലേഷണമാണ് അല്ലേ. അലുമിനിയിൽ നിന്നും അലുമിനിയം വേർതിരിക്കുന്ന മെത്തേഡാണ് വൈദ്യുത വിശ്ലേഷണം. നിരോക്സീകാരിയായിട്ട് കാർബൺ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്? അലുമിനിയത്തെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കാർബണിനേക്കാൾ ശക്തിയേറിയ നിരോക്സീകാരി വേണം അല്ലേ. അലുമിനിയത്തിന് ക്രിയാശീലം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അലുമിനിയെ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചിട്ടാണ് അലുമിനിയം നിർമ്മിക്കുന്നത്. ഓക്കെ, അതായത് വൈദ്യുതി ഉപയോഗിക്കണം. ഓക്കെ, ശക്തിയായിട്ടുള്ള നിരോക്സീകാരി വേണം. കാർബണിനേക്കാൾ ശക്തിയായിട്ടുള്ള നിരോക്സീകാരി വേണം അലുമിനിയത്തിന് ക്രിയാശീലം കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുത വിശ്ലേഷണമാണ് അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണം. ഇവിടെ കാർബൺ തണ്ടുകൾ പോസിറ്റീവ്, ആനോഡിൽ കാർബൺ തണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവിലെ കാർബൺ ലൈനിങ്, ഇവിടെ സ്റ്റീൽ ടാങ്ക്, ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയം പ്ലഗ്, ഉരുകിയ അലുമിനിയം ലോഹം, കാർബൺ പൗഡർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് നോക്കുക. സാന്ദ്രണത്തിലൂടെ ലഭിച്ച അലുമിനിയയിലേക്ക് Al2O3 എന്ത് ചെയ്യുന്നു? ഉരുകിയ ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. അലുമിനിയയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ഇത് കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് അലുമിനിയിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് അലുമിനയിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത്? എന്തുകൊണ്ടാണ്? അലുമിനിയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ആ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അലുമിനിയിൽ എന്ത് ചേർക്കുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത്. ഇനി വൈദ്യുതി കടത്തിവിടുമ്പോൾ നടക്കുന്ന രാസ സമവാക്യം നോക്കുക. Al2O3 വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്തായി സംഭവിക്കുന്നു? 2Al3++ 3O2- then Al3++ 3E- gives Al അലുമിനിയായിട്ട് മാറുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ Al3+ അയോൺ എന്ന് പറയുന്നത് ഏത് ഇലക്ട്രോഡിലോട്ടാണ് നീങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഇലക്ട്രോഡിലോട്ടാണ്? നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് അല്ലേ, കാഥോഡിലോട്ടാണ് നീങ്ങുന്നത്. Al3+ എങ്ങോട്ടാണ് നീങ്ങുക? കാഥോഡിലോട്ടാണ്, നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് നീങ്ങുക. കാഥോഡിലോട്ടാണ്
Al3+ നീങ്ങുക. Al3+ എന്ന് പറയുന്നത് എവിടോട്ടാണ് നീങ്ങുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ്, കാഥോഡിലോട്ടാണ്. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിലോട്ടാണ് നീങ്ങുന്നത്. ഇനി ഓക്സൈഡ് അയോൺ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡിലോട്ടാണ് നീങ്ങുന്നത്, അല്ലേ? ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ Al3+ അയോൺ നീങ്ങുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡിലോട്ടാണ്. ഓക്സൈഡ് അയോൺ നീങ്ങുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡിലോട്ടാണ് നീങ്ങുന്നത്. ഇനി അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ അലുമിനിയയുടെ വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആനോഡിൽ എന്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? കാർബൺ ദണ്ഡാണ്, അല്ലേ? കാർബൺ ദണ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാഥോഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? കാർബൺ ലൈനിങ് ആണ്, അല്ലേ? കാർബൺ ലൈനിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചത് എന്താണ്? ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയവും, അല്ലേ? ഉരുകിയ ക്രയോലൈറ്റും എഴുതി വയ്ക്കുക. ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചത് ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയവുമാണ്. ഇനി ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ, അല്ലേ? ആനോഡിൽ നടക്കുന്ന എന്താണ്? 2O2 മൈനസ് ഗീവ്സ് എന്തായിട്ട് മാറുന്നു? O2 + 4E മൈനസ്, അല്ലേ? ഇനി അടുത്തത് കാഥോഡിൽ നടക്കുന്നത് എന്താണ്? Al3+ 3E മൈനസ് Al, അല്ലെ? ഗീവ്സ് Al, അലുമിനിയായിട്ട് മാറുന്നതാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ ആനോഡിൽ നടക്കുന്നതും കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിക്കുക. ഇനി അടുത്തത് വിലയിരുത്താം എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം, അല്ലേ? അപ്പോൾ നോക്കുക, ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ടേബിൾ ഉപയോഗിച്ച് പഠിച്ചതാണ്, അല്ലേ? ഭക്ഷണം പാകം ചെയ്യാൻ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ചെമ്പ് ഉപയോഗിക്കുന്നു, ആഭരണങ്ങൾ സ്വർണ്ണക്കമ്പികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു, പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ചെമ്പ് ഉപയോഗിക്കുന്നു. അതൊക്കെ എന്തിൻ്റെ സവിശേഷതയാണ്? താപചാലകത, ഭാരക്കുറവ്, ഏത് ആകൃതിയിലും നിർമ്മിക്കാം, വിലക്കുറവ്, അല്ലേ? ആഭരണങ്ങളിൽ നിർമ്മിക്കാൻ സ്വർണ്ണക്കമ്പികൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ഈ അടുത്തത് നോക്കുക, ലോഹം വേർതിരിക്കാൻ ധാതുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മൾ പഠിച്ചു, അല്ലേ? ധാതുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുലഭമായിരിക്കണം, എളുപ്പത്തിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയണം, ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കണം, ചിലവ് കുറഞ്ഞ പ്രക്രിയ ഉപയോഗിക്കാൻ കഴിയണം, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് വേണ്ടത്. അടുത്തത് മെറ്റലർജിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ എഴുതുക. മെറ്റലർജി, ലോഹ നിഷ്കർഷണത്തിൽ വരുന്ന വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹം വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. അതിൽ അയിരുകളുടെ സാന്ദ്രീകരണത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? ജലപ്രവാഹത്തിൽ കഴുകൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ് ഒക്കെ പഠിച്ചു. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹം വേർതിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് പഠിച്ചു. ഏതൊക്കെയാണ്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ വേണ്ടി കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്സ്, ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണത്തിന് വേണ്ടിയിട്ട് നിരോക്സീകാരികൾ ഉപയോഗിക്കണമെന്ന് പഠിച്ചു, അല്ലേ? അതുപോലെ ലോഹ ശുദ്ധീകരണത്തിൽ നമ്മൾ പഠിച്ച 3 മെത്തേഡ്, ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണം, ഇത്രയും പഠിച്ചു. അടുത്തത് ലോഹ ശുദ്ധീകരണത്തിന് വിവിധ മാർഗ്ഗങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണം, അല്ലേ? അടുത്തത് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, അല്ലേ? ഇരുമ്പിൻ്റെ അയിര് ആദ്യം ഹെമറ്റൈറ്റ് എടുത്തു, അതിനെ ചെറുതരികളാക്കിയിട്ട് ജലപ്രവാഹത്തിൽ കഴുകിയെടുത്തു, അതിനുശേഷം റോസ്റ്റിങ്ങിന് വിധേയമാക്കി, അതുവഴി സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് എന്നിവ ഓക്സൈഡുകളായിട്ടും ജലാംശം, നീരാവി ഇതെല്ലാം നീക്കം ചെയ്യപ്പെടുന്നു. റോസ്റ്റ് ചെയ്ത അയിര് എന്ത് ചെയ്യുന്നു? കോക്ക്, ചുണ്ണാമ്പ് കല്ല് ഇതെല്ലാം ബ്ലാസ്റ്റ് ഫർണസിലോട്ട് ഇടുന്നു. അതിനുശേഷം അവിടെ നടന്ന രാസപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത താഴെ നൽകിയിരിക്കുന്നവയുടെ ഉപയോഗങ്ങൾ. നിക്രോം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്? നമ്മൾ പഠിച്ചു, ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തിനു വേണ്ടിയിട്ടാണ്? പാത്രങ്ങൾ, വാഹനഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന്. അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം നിർമ്മിക്കുന്ന പ്രക്രിയ അതും പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം പഠിച്ചതാണ്. അപ്പോൾ ഇനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ എല്ലാ പോയിൻറ്സും ക്വസ്റ്റ്യൻസും അതിൽ തന്നിട്ടുള്ള പൂരിപ്പിക്കാൻ തന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്